വെൽക്കം ബാക്ക് ടു AR ട്രാവലാണ്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലാപ്പറമ്പാണ്. മലാപ്പറമ്പ് കോഴിക്കോട് ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്തത്. അപ്പോൾ മലാപ്പറമ്പ് ഭാഗത്തുള്ള നമ്മളെ കോഴിക്കോട് ടൗണിലേക്കുള്ള 4 വരിയുടെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അധികം വലിച്ചിട്ടില്ല, നല്ല വീഡിയോയിൽ നിങ്ങളുടെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടാവുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. നമ്മുടെ KMCC, വാഗാടിൻ്റെ പേര് പറഞ്ഞ് വാഗാട് മാത്രമേ വയലുള്ളൂ. KMCC എന്ന് പറയുന്ന കമ്പനി നമ്മുടെ മലാപ്പറമ്പ് ഭാഗത്ത് സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിറകിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശാലമായിട്ട് കാണാം. അപ്പോൾ അധികം വലിച്ചിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്നത് മലാപ്പറമ്പ് മുതൽ പാലോറാമല വരെയുള്ള ഭാഗമാണ്. അപ്പോൾ അതിനിടയിൽ മലാപ്പറമ്പ് ഭാഗത്ത് സോയിൽ നെയിലിംഗ് ചെയ്യുന്ന പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വാഗാട് പോലെയുള്ള കമ്പനികൾക്ക് എങ്ങനെയാണ് സോയിൽ നെയിലിംഗ് ചെയ്യുക എന്ന് KMCയിൽ നിന്ന് ഒരുപാട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ജിയോ ടാഗൊക്കെ വിരിച്ച് കമ്പി അടിച്ച് കഴിഞ്ഞാൽ ഉറപ്പുള്ള പാറ പോലെയുള്ള പാറക്കെട്ടുള്ള ആ ഉറപ്പുള്ള മണ്ണിനകത്താണ് ഈ സോയിൽ നെയിലിംഗ് ചെയ്തത്. അല്ലാതെ നമ്മളെ കിണറ്റിനടിയിലൊക്കെ കാണുന്ന ചേടി മണ്ണ് പോലെയുള്ള മണ്ണിനകത്തല്ല സോയിൽ നെയിലിംഗ് ചെയ്യുന്നത്. വാഗാട് അത്തരത്തിലാണ്, മടപ്പള്ളി വാഗാടിലൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തത്. അതിൽ നിന്നും ഒരുപാട് പാഠം ഈ ഭാഗത്ത് ഉൾക്കൊള്ളാൻ കഴിയും. അതും സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന കൃത്യമായി കോൺക്രീറ്റിംഗ് ആണ്. ഇതാണ് അതിൻ്റെ ഈ ജർമ്മൻ ടെക്നോളജി എന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇതാണ് ശരിക്കുമുള്ള ജർമ്മൻ ടെക്നോളജി. KMC ഇവിടെ വർക്ക് എടുക്കുന്നുണ്ടോ? ഇവിടെ ജിയോ ടാഗ് വിരിച്ച് അതിൻ്റെ മുകളിൽ കമ്പി കെട്ടിയതിന് ശേഷം എന്നിട്ടാണ് ഈ രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്ത് ചാക്കൊക്കെ ഇട്ട് നനച്ച് സ്ലോപ്പായിട്ട് ഈ രീതിയിൽ സോയിൽ നെയിൽ ചെയ്യണം. അല്ലാതെ കുത്തനെയൊക്കെ സോയിൽ നെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വരുമെന്ന് വാഗാട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഈ മലാപ്പറമ്പ് ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ മനോഹരമായ കാഴ്ച. അപ്പോൾ ഈ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് സോയിൽ നെയിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണിപ്പോൾ. അതിവേഗം KMC വർക്ക് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്തുള്ള ചെറിയ ചെറിയ വർക്കുകൾ മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ നമ്മളിന്ന് മലാപ്പറമ്പ് മുതൽ പാലോറാമല വരെയുള്ള ഭാഗത്തുള്ള പ്രധാനപ്പെട്ട കാഴ്ചകളാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. അതിനിടയിൽ മാനാഞ്ചിറ സംസ്ഥാന പാതയിലെ ടൗൺ കേന്ദ്രീകരിച്ചുള്ള മാനാഞ്ചിറ മലാപ്പറമ്പ് എന്ന കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കുള്ള ചെറിയ വർക്കിൻ്റെ കാഴ്ചയും നമ്മൾ കാണിച്ചത്. അപ്പോൾ നമ്മൾ ആ എക്ര ഹോസ്പിറ്റൽ മലാപ്പറമ്പ് ജംഗ്ഷനാണ്. ഇവിടെ സർവീസ് റോഡില്ല, സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോഴിക്കോട് ടൗൺ ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് പോകാൻ വാഹനങ്ങൾ പലപ്പോഴും കൺഫ്യൂഷനാണ്. കാരണം ലെഫ്റ്റ് സൈഡിൽ വർക്ക് നടക്കുന്ന സർവീസ് റോഡിലുള്ള വാഹനങ്ങൾക്ക് നമ്മുടെ ദേശീയപാതയിലേക്ക് കയറാൻ സാധിക്കില്ല. സമീപഭാവിയിലെ വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ കയറാവുന്നതാണ്. അപ്പോൾ നേരത്തെ കണ്ട നമ്മൾ ആ ഒരു സോയിൽ നെയിലിംഗ് ചെയ്ത പ്രദേശമാണ്. നമ്മൾ രാമനാട്ടുകര ഭാഗത്തേക്കാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ നമ്മളങ്ങോട്ട് റിട്ടേൺ പിടിക്കും. രാമനാട്ടുകര ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോഴുള്ള കാഴ്ചയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിലൂടെയാണ് ഇപ്പോൾ സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ കയറുന്നത്. അതായത് റൈറ്റ് സൈഡിൽ ഒരു റോഡുണ്ട്, അത് തിരിച്ച് നമ്മൾ ക്യാമറ പിടിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ റോഡിലൂടെയാണ് നമുക്ക് ഈ റോഡിലേക്ക് ഇപ്പോൾ രാമനാട്ടുകര ഭാഗത്തേക്ക് കയറുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ കണ്ട നിങ്ങൾ വാഹനങ്ങൾ. അപ്പോൾ അതാണ് അങ്ങനെയാണ്. ഇനി നേരെ നമ്മൾ പാലോറാമല ഭാഗത്തേക്കാണ് തിരിച്ച് പിടിച്ചതാണ്. പാലോറാമല ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാർ വരിയുടെ ടാറിങ്ങൊക്കെ കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ വർക്കും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ സൈഡ് വാള് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുമാണ് കാര്യമായിട്ട് ഈ പ്രദേശത്ത് നടക്കാൻ പാടില്ല. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമ്മുടെ രാമനാട്ടുകര ഭാഗത്തേക്ക് 2 വേ ആയിക്കൊണ്ട് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ഈ സർവീസ് റോഡിലൂടെ 2 വേ ആണ്. എന്തുകൊണ്ടാണ് ഈ റോങ് സൈഡിൽ കയറി വരുന്നത്? സർവീസ് റോഡ് പൊതുവെ 2 വേ ആണെന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെയും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെ ഈ ഒരു സിഗ്നൽ കൊടുത്താൽ വളരെ നന്നാണ്. കാരണം ചില അവസരത്തിൽ നമ്മൾ ഈ വയനാട് ഭാഗത്തുള്ള വാഹനങ്ങളൊക്കെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം നേരെ കോഴിക്കോട് ഭാഗത്തേക്ക്, അതായത് നമ്മളെ മാനാഞ്ചിറ ആ ഒരു ഭാഗത്തേക്ക് ഉള്ള പുതിയ സംസ്ഥാന പാതയുടെ ടൗൺ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വർക്കാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ്. നേരത്തെ ഇവിടെ സ്ഥലം ഏറ്റെടുപ്പിനുള്ള കാര്യമായിട്ടുള്ള വർക്കായിരുന്നു. ബാക്കിയുള്ള ഇപ്പോൾ സ്ഥലമൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ഇരു സൈഡിലെയും ഡ്രൈനേജിൻ്റെ സ്ലാബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ ഇക്ര ഹോസ്പിറ്റലാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഹോസ്പിറ്റലും മറ്റു ബന്ധപ്പെട്ട പ്രദേശമായതുകൊണ്ട് നമ്മൾ ക്യാമറ അല്പം ഉയർത്തി പിടിച്ചുകൊണ്ടാണ്. പിന്നെ അതേപോലെ ഇലക്ട്രിക് ലൈന് കാര്യങ്ങളൊക്കെ, മരങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ തട്ടാതിരിക്കാനൊക്കെ നമ്മളെ ഒരു സേഫ്റ്റി പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് കുറച്ച് നമ്മൾ ക്യാമറ ഉയർത്തിപ്പിടിച്ചത്. വേറെ ഓപ്ഷനില്ല. ഇപ്പോൾ ക്യാമറ അല്പം താഴ്ത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത്തരം പ്രദേശങ്ങളിൽ നമുക്ക് ആ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം താഴ്ത്തിയിട്ടൊന്നും നമുക്ക് പറത്താൻ കഴിയില്ല. അപ്പോൾ ഇതാണ് നമ്മളെ
ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ നിന്ന് കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ച നല്ല ട്രാഫിക് ബ്ലോക്കാണ്. വൈകിട്ട് 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കാൻ അസാധ്യമാണ്. എന്തുകൊണ്ടും ഈ ഒരു പുതിയൊരു 4 വരി പാത, പുതിയ റോഡ് വരുന്നതോടുകൂടി വലിയ ആശ്വാസകരമാണ്. പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട സിഗ്നലുകളിൽ, ജംഗ്ഷനുകളിൽ പുതിയ ഫ്ലൈ ഓവർ സിഗ്നൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതാണ് ഈ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ച. തന്നെ നമ്മൾ നേരെ പാലോറ മല ഭാഗത്തേക്കാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് വയനാട് റോഡാണ്. വയനാട് റോഡിലെയും ഇതേ രീതിയിൽ സമാനമായ വികസനം നടക്കേണ്ടതുണ്ട്. അപ്പോൾ നേരെ നമ്മൾ പാലോറ മല ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തിരിക്കുകയാണ്. ഇവിടെ ഒരു അതേപോലെ തന്നെ വലിയൊരു പള്ളി വരുന്നുണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ട വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്, അത് പള്ളിയാണ്. ഇവിടെ നമ്മൾ നേരെ ഉയർത്തി അങ്ങോട്ട് പിടിച്ചാണ്. അപ്പം പള്ളിയുടെ വർക്ക്, പുതിയ ഒരു പള്ളി നമ്മൾ ആ ഒരു മലാപ്പറമ്പ് ജംഗ്ഷൻ ഭാഗത്ത് വരുന്നുണ്ട്. ആദ്യം നമ്മൾ ബിൽഡിംഗ് ആണെന്ന് കഴിച്ചു, കാരണം വലിയ സെറ്റപ്പ് തന്നെയായിരുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നീടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് ആയതാണ്, ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പള്ളിയാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷന് വന്നത്. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട് താഴ്ത്തുകയാണ്. ഒരു 40-50 ഹൈറ്റിലൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്നത് ഈ ജംഗ്ഷൻ ആയതുകൊണ്ട്. ഇതാണ് പള്ളി, നേരത്തെ പറഞ്ഞ പള്ളി. സെറ്റപ്പോട് കൂടിയിട്ടുള്ള പള്ളി തന്നെ, കിടിലം ഡിസൈനിങ് ആണ്. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എൻട്രി എക്സിറ്റ് പോയിൻറ്റുകളൊക്കെ ഉണ്ട്. എൻട്രിയിലൂടെ എക്സിറ്റ് ആവുന്നതും ഒരു റെഡ് കാറ് പോകുന്നുണ്ടോ, അത് എൻട്രിയാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്തു, അതിലേ അങ്ങോട്ട് എക്സിറ്റ് അടിച്ച്. അപ്പോൾ ആളുകളെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. നമ്മൾ ചില ആളുകൾ പറയും നീ ഉപദേശിക്കണ്ടെന്നൊക്കെ പറയും. നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾ കുറവാണ്. അപ്പോൾ ചില ഒറ്റപ്പെട്ട ആളുകൾ, കാരണം ഈ ട്രാഫിക് വയലേഷനൊക്കെ നടത്തുമ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ ട്രാഫിക് നിയമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ആളുകളിങ്ങനെ വയലേഷൻ ചെയ്യുകയാണെങ്കിൽ റോഡിലൂടെ എങ്ങനെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും? അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ 1 അല്ല 3 അണ്ടർ പാസേജ് ഉണ്ട്. 1, 2, 3 അണ്ടർ പാസേജ്. ആ 3 അണ്ടർ പാസേജിൻ്റെ കാഴ്ച നമ്മൾ കാണിച്ചത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. ക്യാമറ അല്ല, ഒരു സിഗ്നൽ ബോർഡ്. അതായത് ഈ നമ്മൾ 6 വരിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല ആളുകളും ട്രാക്ക് മാറി ആയിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അത്തരം ആളുകൾക്ക് ട്രാക്ക് കീപ്പ് ചെയ്യാൻ, അതേപോലെ തന്നെ ട്രാക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ട്രാക്കിൽ നിന്ന് രണ്ടാമത്തെ ട്രാക്കിലേക്ക് മാറുമ്പോൾ കൃത്യമായിട്ട് ഇതായി കാണുന്നതാണ് സിഗ്നൽ ബോർഡ്. അപ്പോൾ ട്രാക്ക് മാറുമ്പോൾ കൃത്യമായി സിഗ്നൽ ഇട്ടതിന് ശേഷം ട്രാക്ക് മാറാൻ പാടുള്ളൂ. സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടേ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ട്രാക്ക് 1-ലും 2-ലും അല്ലാതെ 2 തോണിയിലൊക്കെ കാല് വെച്ച് ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ട്. ഫസ്റ്റ് ട്രാക്കിലാണോയെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രാക്കിലായിരിക്കില്ല, സെക്കൻഡ് ട്രാക്കിലാണോയെന്ന് വെച്ചാൽ സെക്കൻഡിലും ആയിരിക്കില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ പിടിച്ചൊക്കെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ കൃത്യമായ ഒരു ബോധവൽക്കരണം നൽകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിജിറ്റൽ സിഗ്നൽ ബോർഡ് ആ ഭാഗത്ത് കൊടുത്തത്. നേരെ നമ്മൾ വേങ്ങേരി ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേങ്ങേരി ഭാഗത്ത് ഒരു ഓവർ പാസേജ് ഉണ്ട്. ആ ഓവർ പാസേജിൻ്റെ ഭാഗത്ത് ക്യാമറയുണ്ട്. അതേപോലെ തന്നെ ഓവർ പാസേജിൻ്റെ വർക്ക് 6 വരിയുടെയും വർക്ക്, 6 വരിയുടെ മുകളിലുള്ള ഓവർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞു. ആ ഓവർ പാസേജ് കഴിഞ്ഞതോടുകൂടി സത്യം പറയുകയാണെങ്കിൽ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾക്ക് നല്ലൊരു ആശ്വാസം. ബൈക്കിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആ ഓവർ പാസേജിൻ്റെ അടിയിൽ വിശ്രമിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാമറ ഇവിടെയാണ്. ക്യാമറയല്ല, നേരത്തെ നമ്മൾ പറഞ്ഞല്ല സിഗ്നൽ. അതായത് ഇതിനകത്ത് കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട് എങ്ങനെ വാഹനം റോഡിലൂടെ 6 വരിയിലൂടെ ഡ്രൈവ് ചെയ്യണമെന്ന് വളരെ കൃത്യമായി കാണിക്കുന്ന ആ ഒരു ബോർഡാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നമ്മളെ വേങ്ങേരി ജംഗ്ഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഓവർ പാസേജിനടിയിൽ വളരെ വിശ്രമിക്കാനുള്ള, ബൈക്കുകാർക്കൊക്കെ വിശ്രമിക്കാനുള്ള ഒരു സ്പേസ് പോലെ കുറച്ചുകൂടി കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. ഇതിൻ്റെ മുകളിൽ പാർക്കിംഗ് ഒക്കെ സത്യത്തിൽ കുറച്ചുകൂടി ഈ ഒരു ഓവർ പാസേജിൻ്റെ ഈ വീതി കൂടിയ പ്രദേശങ്ങളിലൊക്കെ ഒരു പാർക്കിംഗ്, ടൗൺ പോലെയുള്ള പ്രദേശം, പ്രത്യേകിച്ച് ഈ മലാപ്പറമ്പ് ആ ഒരു പ്രദേശമൊക്കെ എന്തായാലും ഓവർ പാസേജ് പണിതിട്ട് 2 സൈഡിൽ സർവീസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പാർക്കിംഗ്, ഓട്ടോ സ്റ്റാൻഡ് പോലെയുള്ള ഒരു സംവിധാനമൊക്കെ ശരിക്കും ആ മലാപ്പറമ്പ് ആ ജംഗ്ഷൻ ഉണ്ടല്ലോ ടൗണിൽ, അത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാമായിരുന്നു. കാരണം എന്നിരുന്നാൽ ഒരുപാട് പാർക്കിംഗ് നമുക്ക് പ്രധാനപ്പെട്ട വിഷയം, ടൗണുകളിൽ പാർക്കിംഗ് ആണ് പ്രധാനപ്പെട്ട വിഷയം. അത്തരം പാർക്കിംഗ് പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശം ഒരു സ്റ്റാൻഡൊക്കെ, ഓട്ടോ സ്റ്റാൻഡ് സംവിധാനമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം എന്തായാലും ആ ഒരു പ്രദേശം ഉപയോഗിക്കാതെ കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡ് പോലെ സംവിധാനങ്ങൾ അതിന് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് കൊടുക്കേണ്ടതായിരുന്നു. അത് നമ്മൾ നെഗറ്റീവ് പറഞ്ഞാൽ അതുകൂടി ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞാണ്. എന്തായാലും നമ്മൾ നേരെ പാലോറ മല ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ
ലൈക്ക് ചെയ്യാൻ പിശുക്ക് കാണിക്കാതിരിക്കുക. നമ്മൾ ഇന്ന് 7 മണിക്കായിരുന്നു സത്യം പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതി. നമ്മൾ കോഴിക്കോടൊക്കെ പോയി ട്രെയിനൊക്കെ കിട്ടാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ കുറച്ച് ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ലേറ്റായി. പ്രതീക്ഷയെക്കാട്ടും ഒരുപാട് ലേറ്റായി. പിന്നെ നമ്മൾ ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ അല്പം ലേറ്റായിട്ടാണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ക്ഷമിക്കുക എന്നേ. സൗണ്ട് നോക്കണ്ട, നമ്മളെ റിമോട്ടിനകത്ത് വന്ന സൗണ്ടാണ് ക്യാമറയുടെ, നമ്മുടെ ഡ്രോൺ ഷൂട്ടിനകത്തെ ക്യാമറയുടെ റിമോട്ടിനകത്ത് ബീപ്പ് സൗണ്ട് വന്നതാണ്. അതാണ് അതിനിടയിൽ പി 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 എന്നൊരു ശബ്ദം വന്നത്. അപ്പോൾ ഈ ഭാഗത്ത് 6 വരിയുടെയും വർക്ക് കഴിഞ്ഞതുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് നിന്നൊക്കെ ഈ കോരപ്പുഴ വെങ്ങളം വരെ സഞ്ചരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നല്ല സുഖസുന്ദരമായിട്ട് പുഷ്പം പോലെ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അണ്ടർ പാസേജുകളൊക്കെ നമ്മൾ KMCയുടെ റീച്ചിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ആവശ്യത്തിലധികം അവർക്ക് ആവശ്യമുള്ളത് അണ്ടർ പാസേജ്, നമുക്ക് ആവശ്യത്തിലധികമുള്ളതും അണ്ടർ പാസേജ് എന്ന് പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ അണ്ടർ പാസേജ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഗാടൊക്കെ ആ കാര്യത്തിൽ പിശുക്കാണ്. ഇപ്പോൾ ചില ആളുകൾ പറയും നിങ്ങൾ വായു തുറന്നാൽ വാഗാടിൻ്റെ നെഞ്ചെന്ന് കൈയെടുക്കില്ല. അപ്പോൾ വടകരയിലെ കാഴ്ച അതാണ്. അപ്പോൾ അണ്ടർ പാസേജിൻ്റെ കാഴ്ച കൂടി നമുക്ക് കാണാം. നമ്മുടെ ഏങ്ങേരി ജംഗ്ഷൻ കഴിഞ്ഞ പാടുള്ള കാഴ്ചയാണ്. 3 അണ്ടർ പാസേജ് ഉണ്ട്. 2.5 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ചെറിയ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ്, കാറിന് ബൈക്കിന് ഓട്ടോറിക്ഷ ഒക്കെ പോകാൻ പറ്റിയ ഒരു അണ്ടർ പാസേജ്. അത് കഴിഞ്ഞ് കാരാപ്പറമ്പ് മാളിക്കടവ് ഭാഗത്തേക്ക് പോകുന്ന മറ്റൊരു അണ്ടർ പാസേജ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അണ്ടർ പാസേജിന്റെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് 3ാമതൊരു അണ്ടർ പാസേജ് ഉണ്ട്. അതുകൂടി നമ്മൾ കാണിച്ചു തരാം. അതായത് അതുകൂടി അടുത്ത ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഒരു മിനിറ്റ്, സൂം ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ അണ്ടർ പാസേജാണ് മാവിളിക്കടവ് ഭാഗത്തുള്ള നേരത്തെ പറഞ്ഞ 3 ടോട്ടൽ 4 അണ്ടർ പാസേജ്. ഇവിടെ 2 ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ അണ്ടർ പാസേജ് 4.5 മീറ്റർ ഹൈറ്റാണ്. വലിയ ഹെവി വെഹിക്കിൾസ് അണ്ടർ പാസേജ് തന്നെ. പുതിയങ്ങാടി തണ്ണീർപ്പന്തൽ ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൊടുത്ത ഒരു അണ്ടർ പാസേജാണ്. അണ്ടർ പാസേജിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഇവിടെ KMC കൊടുത്തിട്ടുണ്ട്. ഒരു കുറവും വരുത്തിയിട്ടില്ല. നമ്മൾ ചിലയിടങ്ങളിൽ അണ്ടർ പാസേജ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് തലതല്ലിക്കറിയേണ്ട അവസ്ഥയാണ്. ഇവിടെ അങ്ങനത്തെ ഒരു 200 മീറ്ററിനിടയിൽ 4 അണ്ടർ പാസേജാണ്. ഇനി നമ്മൾ നേരെ മാവിളിക്കടവ് കൈപ്പുറത്ത് പാലം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നയാര പെട്രോൾ പമ്പ് അത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെയും അല്പം നമ്മൾ ഉയർത്തിയിട്ടാണ് പിടിച്ചത്. മറ്റൊന്നല്ല, ഇലക്ട്രിക് ലൈന്. അപ്പോൾ ഇവിടെ ഒരു ക്യാമറ കണ്ടോ നിങ്ങൾ? കഴിഞ്ഞു. അപ്പോൾ കാറ് പോകുന്നത് ആ സെൻറ്ററിൽ അവിടെ ഒരു ക്യാമറ ഉണ്ട്. നല്ല 360 എന്നുള്ള 1-ാം നമ്പർ ക്യാമറ ഉണ്ട്. ഓവർ സ്പീഡ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി, സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ എല്ലാം വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഇവിടെ ഒരാൾ കാത്തിരിപ്പുണ്ടെന്നർത്ഥം. അപ്പോൾ ഇലക്ട്രിക് ലൈനുള്ള, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്പീഡ് ക്യാമറ, അതായത് സ്പീഡ് ഒരു 4 വാഹനം ഒന്നിച്ച് പോവുകയാണെങ്കിൽ അതിനകത്ത് 4 വാഹനത്തിൻ്റെ സ്പീഡ് മോണിറ്റർ ചെയ്യാൻ കഴിയാത്ത ഒരു സാങ്കേതിക പ്രശ്നം ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതങ്ങനെയാണ്, അത് കുഴപ്പമൊന്നുമില്ല, അത് അഴിമതിയാണ്. പല അഭിപ്രായവും നമ്മൾ ഈ വീഡിയോനകത്ത് കണ്ടിട്ടുണ്ട്. ചില ആളുകൾ അത് കുഴപ്പമില്ലെന്ന്, ചില ആളുകൾ അത് അഴിമതിയാണ്. എന്തായാലും നമുക്ക് ഈ സംഭവം അത്ര പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല. പ്രാക്ടിക്കൽ മീൻസ് അത് വളരെ ആക്യുറേറ്റ്, വരുന്ന സ്പീഡുകൾക്കൊക്കെ കൃത്യമായിട്ട്. പിന്നെ ചില ആളുകൾ പറയുന്നത് ഇതിനകത്ത് സ്പീഡ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന അഭിപ്രായമുണ്ട്. ഇതേ സമയങ്ങളിൽ ഒരു 3 വാഹനമൊക്കെ ഒന്നിച്ച് വരുമ്പോൾ അതിന് 2 വാഹനത്തെ ഒരുപക്ഷെ മോണിറ്റർ ചെയ്യാൻ പറ്റും, ഒരു വാഹനത്തെ മോണിറ്റർ ചെയ്യാൻ കഴിയില്ല. പിന്നെ അടുത്തടുത്ത വാഹനം പോകുമ്പോൾ ഫ്രണ്ടിലുള്ള വാഹനത്തെ സ്പീഡ് മോണിറ്റർ ചെയ്യാൻ പറ്റും, തൊട്ട് പിറകിൽ തന്നെ തൊട്ട് പിടിച്ചിരിക്കുന്ന ആ വാഹനത്തിൻ്റെ സ്പീഡ് മോണിറ്റർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുട്ടൻസ് ആളുകൾക്ക് മനസ്സിലായി. വളരെ സൈക്കോളജിക്കലായിട്ട് ഇതിലെ വാഹനം ഡ്രൈവ് ചെയ്യുമോ എന്നോ നമ്മൾ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഭയപ്പെടുന്നത്. കാരണം ഇതൊക്കെ ക്യാമറയൊക്കെ വെറും ക്യാമറ മാത്രമാണ്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ക്യാമറകൾ, സ്പീഡ് ബ്രേക്കർ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് ആളുകൾക്ക് ഫൈന് ഈടാക്കുക എന്നതിനപ്പുറത്ത് നമ്മുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൂടി വേണ്ടതാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചയാണ് നമ്മൾ ഇവിടെ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്ടൊക്കെ ഈ ഭാഗത്തുള്ള കാഴ്ചയൊക്കെ കാണിച്ചു തന്നിരുന്നു. എന്തായാലും അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായ സംഗതി കാണിക്കുന്നില്ല എന്നത് കാര്യം ഒരു സത്യമാണ്. അപ്പോൾ നേരെ നമ്മൾ കൈപ്പുറത്ത് പാലം ആ ഭാഗത്തൊക്കെയാണ് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൈപ്പുറത്ത് പാലത്തിൻ്റെ ഭാഗത്തൊക്കെ 6 വരിയുടെ താറിങ് പൂർണ്ണമായും കഴിഞ്ഞു. സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു. നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായി സ്ഥാപിച്ച് കഴിഞ്ഞു. അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞു. ഫുട്പാത്തിൻ്റെ വർക്ക്, അങ്ങനെ പറയേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യം. ഇവിടെ ഒരു ഇലക്ട്രിക് ലൈൻ കണ്ടോ നിങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ലൈൻ, അതുകൊണ്ടാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു ഇലക്ട്രിക് ലൈൻ ഇതിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതായത് ഹൈ വോൾട്ടേജുള്ള ഹൈ ടെൻഷൻ ലൈനുകൾ ഇതിൽ ക്രോസ് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോണൊക്കെ എടുക്കുമ്പോൾ അത് താഴ്ത്തി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും
കണ്ടുപിടിക്കാനില്ല എന്ന് പറഞ്ഞതുപോലെ അനിസ്പ്രയുടെ പരസ്യം പോലെ പോകും. അതുകൊണ്ടാണ് കുറച്ച് ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തു കൂടെ ദേശീയപാതയുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇലക്ട്രിക് ലൈനുകൾ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ പോലെ താഴ്ത്തുന്നതാണ് കേട്ടോ. ഇങ്ങനെ താഴ്ന്ന് താഴോട്ടേക്ക് മെല്ലെ മെതുവെ ഇറങ്ങി വരും. ഇവിടെയും ഒരു ക്യാമറയുണ്ട്, ഒരു 360 ക്യാമറ അവിടെയും ഒന്ന് കൊടുത്തിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നു. എല്ലാവിധ വർക്കും ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഈ വീഡിയോന് അല്പം ലെങ്ത്ത് കൂടുതലായിരിക്കും, കാരണം നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഭാഗവും വിട്ടു പോകണ്ട എന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മ്യൂസിക് വേണമെങ്കിൽ കുറച്ച് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ പിന്നെ പല ആളുകളും പല അഭിപ്രായമാണ്. മ്യൂസിക് വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്, മ്യൂസിക് വേണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അതേപോലെ മുഖവൂർ ഭാഗത്ത് അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജും ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ സർവീസ് റോഡിൽ നിന്ന് ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവാനുള്ള എക്സിറ്റ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മുഖവൂർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മളെ എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചാൽ നമ്മളെ പൂളാടിക്കുന്ന് ഭാഗത്താണ്. പൂളാടിക്കുന്ന് ഭാഗത്തും നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ നല്ല വർക്കുകൾ കഴിഞ്ഞ് നല്ല ഒരു ഗൾഫ് സ്റ്റൈൽ പോലെ വളരെ വൃത്തിയും വെടുപ്പത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂളാടിക്കുന്ന് ഭാഗത്തും താഴെ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരും. അപ്പോൾ പൂളാടിക്കുന്ന് ഭാഗത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ്. വയലുകളിലൂടെ ദേശീയപാത കടന്നു വന്ന പ്രദേശമാണ്. ഇവിടെയൊക്കെ മണ്ണടിച്ചുകൊണ്ടാണ് ദേശീയപാത ഉയർത്തിയത്. ദേശീയപാത മണ്ണടിച്ച് ഉയർത്തുകയും സർവീസ് റോഡ് ഇരു സൈഡിലും ഉയർന്നിട്ടും സർവീസ് റോഡ് താഴ്ന്നിട്ടും ദേശീയപാത ഉയർന്നിട്ടാണ് വൺ സൈഡിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് നമ്മൾ കോഴിക്കോട് ഭാഗത്ത് 6 വരിയുടെയും കാഴ്ച കാണാം. ട്രാക്ക് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്ത് ക്യാമറ അങ്ങനെ വേണ്ട എല്ലാ ജംഗമ വസ്തുക്കളും ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ HP-യുടെ പെട്രോൾ പമ്പാണ് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പെട്രോൾ പമ്പുകളും നമ്മൾ 6 വരിയിലെ വർക്കൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ പലയിടത്തും പെട്രോൾ പമ്പുകളൊക്കെ വളരെ ക്രമാതീതമായി ഉയർന്നു വരുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കും. ഇതാണ് ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്, അതായത് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവാനുള്ള. ഇനി ഇതിൽ എൻട്രി ചെയ്യരുത്, ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കൃത്യമായിട്ട് ഓരോ എക്സിറ്റ് പോയിന്റിലും എൻട്രി പോയിന്റിലും എക്സിറ്റ് നോ എൻട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ സിഗ്നൽ ബോർഡുകളുണ്ട്, ഇഷ്ടം പോലെ. അതേപോലെ തന്നെ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ എത്തുന്നതിന് മുന്നേ കൃത്യമായിട്ട് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ എൻട്രി ഉണ്ട്, 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ എക്സിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ ട്രാഫിക് വയലേഷൻ നടത്തുന്നുണ്ടെങ്കിൽ എൻട്രിയിലൂടെ എക്സിറ്റ് ആവുകയും എക്സിറ്റിലൂടെ എൻട്രിയും ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിസ്റ്റേക്കല്ല, ബോധപൂർവം. ഇതൊക്കെ ഇത്ര മതി, ഇങ്ങനെയൊക്കെ യാത്ര ചെയ്താൽ മതി എന്ന കൃത്യമായിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ലേസിനെസ്, കൃത്യമായ മടി. അവിടെയൊന്ന് കറങ്ങിപ്പോകാൻ യൂ ടേണൊക്കെ അടിക്കാൻ അണ്ടർ പാസേജിനും അതേപോലെ തന്നെ ഒന്ന് യൂ ടേൺ അടിച്ചൊന്നും വരാൻ സാധ്യമല്ല, എനിക്കത് പറ്റില്ല എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മൾ നേരെ പൂളാടിക്കുന്ന് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൂളാടിക്കുന്ന് ഭാഗത്തേക്ക് പോകുമ്പോൾ പൂളാടിക്കുന്ന് ഭാഗത്തും നല്ല 360 ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. പൂളാടിക്കുന്ന് ഭാഗത്ത് നല്ല വിശാലമായിട്ടുള്ള അണ്ടർ പാസേജ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. ഇപ്പോൾ പൂളാടിക്കുന്ന് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ? ഒരു നിമിഷം, ഞാൻ എന്ത് ട്രാക്ക് 1 2 3 ഫസ്റ്റ് ട്രാക്കിലൂടെയാണ് നമ്മളെ വലിയ ഹെവി വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ പോകേണ്ടത്. പക്ഷേ അതൊന്നും അവർക്ക് ബാധകമില്ല. നമ്മളെ മോട്ടോഴ്സ് പൂളാടിക്കുന്ന ഭാഗത്തുള്ള മോട്ടോഴ്സിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ്. നമ്മളെ പൂളാടിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലും നല്ല മനോഹരമായ കാഴ്ചകളുണ്ട്. ജസ്റ്റ് ആ പൂളാടിക്കുന്നിൻ്റെ താഴ്ഭാഗത്തുകൂടി കാഴ്ച കാണിച്ചു തരാം. അപ്പം നമ്മളെ പൂളാടിക്കുന്ന് സർവീസ് റോഡിൽ നിന്നുള്ള കാഴ്ചയാണ്. വളരെ മനോഹരമായ സർവീസ് റോഡും അതേപോലെ തന്നെ ഈ ഫുട്പാത്തിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഹമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലൊക്കെ പെയിൻറ്റിങ് കാര്യങ്ങൾ വർക്ക് എല്ലാം കഴിഞ്ഞു. ഹമ്പുകളൊക്കെ കൃത്യമായിട്ടുണ്ട്. ഹമ്പുകളിലൂടെ ചാടി തുള്ളി കയറിക്കൊണ്ടാണ് നമ്മൾ ഈ ബൈക്ക് കൊടുത്തു കേട്ടോ. നമ്മളെ ഏറ്റവും അവസാനത്തെ ബൈക്കിൽ ഡ്രോൺ ഷൂട്ട് എടുക്കുന്ന വീഡിയോ ആണ്. നമ്മൾ ബൈക്ക് ജസ്റ്റ് സോൾഡ് ഈ ഒരു EV എടുക്കാനുള്ള ഒരു ഉദ്ദേശമാണ്. കാരണം നല്ല രീതിയിൽ ഓട്ടോ ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ബൈക്ക് പെട്രോൾ ഭയങ്കര എക്സ്പെൻസ് ഉണ്ട്. നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു എക്സ്പെൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് ഒഴിഞ്ഞു വരുന്നില്ല. അപ്പോൾ നല്ല എക്സ്പെൻസ് വരുന്നതുകൊണ്ട് താൽക്കാലികം EVയിലേക്ക് മാറാം എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സിമൻറ്റ് കട്ടകളെല്ലാം നമ്മൾ ഇൻ്റർലോക്ക് പോലുള്ള സംവിധാനങ്ങൾ, അതായത് ഈ
ഫുട്പാത്തിന് ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക്, അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരുപാട് മണ്ണ്, ഇത്രയും ലോഡ് മണ്ണ് ഇതിനടിയിൽ അടിച്ചു എന്നാണ് മനസ്സിലാകാത്തത്. കണ്ട, നമ്മളെ ഫ്ലൈ ഓവർ മുട്ടിയിട്ടാണ് മണ്ണ് നിൽക്കുന്നത്. സംഭവം അതല്ല, ഇതാദ്യം ഈ പില്ലർ പണിഞ്ഞതിന് ശേഷം അവിടെ മണ്ണടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പിന്നെയാണ് ഗേഡർ വെച്ച് അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് നടത്തിയത്. അല്ലാതെ ഇതിൻ്റെ അടിയിൽ ഇത്രയും ഹൈറ്റിൽ മണ്ണ് അടിക്കണമെങ്കിൽ നമ്മൾ പടന്നൊക്കെ കോരിയിട്ട് നമ്മളെ കൂട്ടയിൽ കൊണ്ടുപോയിട്ട് മുട്ടേണ്ടി വരും. എന്നാൽ മാത്രമേ ഇത്രയും മുട്ടിയിട്ട് മണ്ണടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലൈ ഓവറിൻ്റെ പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിൽ നിന്നുള്ള കാഴ്ച. ഇനി നമ്മൾ മുകളിലേക്ക് ആകാശ കാഴ്ചയിലേക്ക്, പുറമെ നിന്ന് നോക്കുന്നവർക്ക് എന്ന് പറയുന്നത് പോലെ താഴെ നിന്ന് നോക്കുന്നവർക്ക് വലിയ രസമൊന്നും നമ്മൾ ചില ഭാഗങ്ങൾ കാണാൻ സാധിക്കില്ല. അപ്പോൾ വടകര ദേശീയപാതയുടെയൊക്കെ വർക്ക് കാണുമ്പോൾ മുകളിലൂടെ ഡ്രോൺ ഷൂട്ട് എടുക്കുമ്പോൾ മാത്രമാണ് വടകരയിൽ ഇത്രയും വർക്ക് നടന്നിട്ടുണ്ട്. താഴെ കൂടി പോകുമ്പോൾ നിരന്തരം ആ സർവീസ് റോഡിൽ കുണ്ടും കുഴിയും നടന്ന ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ ദേഷ്യം പിടിക്കും. പിന്നെ മുകളിലൂടെ അത്യാവശ്യം ആകാശ കാഴ്ചകൾ കാണുമ്പോൾ ഒരാശ്വാസം തോന്നും. കാരണം കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലുമൊക്കെ പ്രതിഫലം നാളെ പിറ്റേന്ന് ഈ റോഡ് റെഡിയാവുമല്ലോ എന്ന്. അതേപോലെ തന്നെ ആകാശ കാഴ്ചകൾ കാണുമ്പോഴാണ് അതിമനോഹരം. അപ്പോൾ നമ്മളെ പൂളാടിക്കുന്ന് ഭാഗത്ത് നല്ല 360 ക്യാമറ ഈ ഒരു ഭാഗത്തുണ്ട്. ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ് രാത്രിയിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വർക്ക് ചെയ്തു. നമ്മൾ ഈ വെങ്ങളം വരെയുള്ള ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ കംപ്ലീറ്റ് ഓണാണ്. അപ്പോൾ രാത്രിയിൽ തന്നെ വളരെ മനോഹരമായ കാഴ്ചയുണ്ട്. ഇതിന് മുന്നേ നമ്മൾ രാത്രിയിലത്തെ കാഴ്ച അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി നമ്മൾ പുറക്കാട്ടേരി പാലത്തിൻ്റെ ആ ഒരു ഭാഗത്താണ്. പുറക്കാട്ടേരി പാലം മുതൽ പാലോറാമല വരെയുള്ള പ്രദേശമാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത്. വീഡിയോന് അല്പം ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ വീഡിയോന് ഇത്രയും കൂടുതൽ ലെങ്ത്ത് കൂടാറില്ല. കാരണം നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തു, ചില ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി, അതൊക്കെ കൊണ്ടാണ്. അപ്പോൾ നല്ല സപ്പോർട്ട് നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാണ്. സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ തന്നെ ലൈക്ക് ഒരാളും വിട്ടു പോകരുത്. അപ്പോൾ നമ്മൾ പുറക്കാട്ടേരി പാലമാണത്. പുറക്കാട്ടേരി പാലത്തിൻ്റെ 3 വരിയുടെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ്. 3 വരി ഇപ്പോൾ 2 വേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വൺ സൈഡ് ഓൾറെഡി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പിന്നെ ട്യൂബുലാർ മാർക്ക്, അതേപോലെ തന്നെ ഡിവൈഡർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ സ്പീഡ് ട്രാക്കിലൂടെയാണ് ഇപ്പോൾ 2 വേ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്പീഡ് ട്രാക്കിലൂടെ സ്വാഭാവികം കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പുറക്കാട്ടൊരു പാലത്തിൻ്റെ ഇനി ഒരു സൈഡിൽ കൂടിയുള്ള പില്ലർ കൂടി സ്ഥാപിക്കാനുണ്ട്. ആ പില്ലറിൻ്റെ മുകളിൽ ഗേഡർ കൂടി സ്ഥാപിച്ചു കൊണ്ടുള്ള വർക്കാണ് പ്രധാനമായിട്ടും നടക്കാനുള്ളത്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ അവശിഷ്ടമാണ്. എന്താ കാണുന്നത്, നമ്മൾ ഡ്രോണിൽ കണ്ടത് ഫുട് ഓവർ ബ്രിഡ്ജാണോ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു ക്രെയിനിൻ്റെ ആവശ്യമായിട്ടുള്ള ഗാൻഡി ക്രെയിൻ്റെതാണോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്തും നമ്മളെ പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകളൊക്കെ സ്ഥാപിക്കുക. ഒരു സ്റ്റീൽ ഗേഡർ പോലെയുള്ള ഗേഡറാണ് ഈ ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ സ്റ്റീലല്ല, എന്താണ് മെറ്റീരിയൽ നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ ആ ഗേഡർ കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത്. നമ്മൾ ഇനി പാലോറാമല ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും ക്യാമറ ഉണ്ട്. പാലോറാമല ഭാഗത്ത് വളരെ രസകരമായ കാഴ്ചയുണ്ട്. കാരണം ഇത്രയും റോഡിൽ 6 വരിയുടെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ പാലോറാമലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ട്രാക്ക് നമ്മളെ വലിയ അന്യസംസ്ഥാന വാഹനങ്ങൾക്കും കേരളത്തിൻ്റെ സ്വന്തം വാഹനങ്ങളൊക്കെ നിർത്തിയിടാനുള്ള ഒരു ഇടമായി മാറിയിട്ടുണ്ട്. പല ആളുകളും പറയും ട്രക്കിലെ ഡ്രൈവർമാർ ഇത്ര ഹെവി വെഹിക്കിൾസ് വാഹനം ഓടിക്കുന്ന ആളുകളെ കഷ്ടപ്പാടുന്നത് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അവനവൻ അപകടം വരുമ്പോഴാണ് ഈ ന്യായീകരണം ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ട്രാക്കിൽ വാഹനം നിർത്തിയിടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വാഹനത്തിൻ്റെ മുന്നിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകളിൽ അങ്ങനത്തെ അല്ലെങ്കിൽ എക്സിറ്റോ എൻട്രിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ പിറകിലൂടെ വരുന്ന വാഹനങ്ങൾ ഈ നിർത്തിയിട്ട വാഹനം കാരണം ഇതിൻ്റെ പിറകിൽ വരുന്ന വാഹനം കാണാത്തൊരു സാഹചര്യം ഉണ്ടാകും. ആ സമയത്താണ് അപകടം ഉണ്ടാവുക. ട്രക്ക് ബേ ഉണ്ട്. ആ ബേയിൽ പാർക്ക് ചെയ്യുക എന്നതിനപ്പുറത്ത് ഇതേപോലെ തന്നെ എൻട്രി എക്സിറ്റ് ഭാഗങ്ങളിൽ ഇവിടെ 2 സൈഡിലും എൻട്രിയും എക്സിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗങ്ങളിൽ നിർത്തിയിട്ട് വലിയ അപകടം ഉണ്ടാക്കും. അപ്പം അത് പറഞ്ഞിട്ട് ചില ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ചില ആളുകൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ എന്ത് കണ്ടാലും ഞാൻ ന്യായീകരിക്കും, ന്യായീകരണമാണ് എൻ്റെ പ്രധാന തൊഴിൽ എന്ന പോലെ ചില ആളുകൾ നമ്മളിതൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ന് ഈ നന്ദി ഭാഗത്ത് വീഡിയോ ചെയ്ത സമയത്ത് അവിടെ റോഡിൻ്റെ വളരെ മോശമായ സാഹചര്യത്തിലുള്ള വാഹനങ്ങളെ കടത്തിവിടുമ്പോൾ അതിനും അത് അങ്ങനെയല്ലേ. അവിടെ ക്യാമറ ഉണ്ടോ, നമ്മൾ ഇതാണ് 360 ക്യാമറ, വളരെ കൃത്യമായിട്ടുള്ള 360 ക്യാമറ ഇവിടെയുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.